ഇന്ന് അയ്യങ്കാളി ജയന്തി. ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച് കേരളത്തിലെ ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ 161 ജന്മവാർഷികമാണ് ഇന്ന്. പുലയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളി സമൂഹത്തിൽ നിലനിന്നിരുന്ന അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പുലയ രാജ എന്നാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. 1907 സാധുജന പരിപാലന യോഗം രൂപവൽക്കരിച്ചു. ഹിന്ദു സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അയ്യങ്കാളിയുടെ പ്രധാന ആശയങ്ങൾ. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. ഈ സമരം വൻ വിജയമായിരുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയും അദ്ദേഹം പോരാടി. അടിമത്തത്തിന്റെ അടയാളമായി കഴുത്തിൽ കല്ലുമാലയും കാതിൽ ഇരുമ്പ് വളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതി ശാസനങ്ങളെ ധിക്കരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതാണ് കല്ലുമാല സമരം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി നിരവധി പോരാട്ടങ്ങൾ നടത്താനും അവ വിജയിപ്പിക്കാനും അയ്യങ്കാളിക്ക് സാധിച്ചു. കേരള നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന ഏടാണ് അയ്യങ്കാളിയുടെ സാമൂഹ്യ പരിഷ്കരണത്തിനായുള്ള ശക്തമായ ഇടപെടലുകൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.